2024 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് സുമാല. സമറാങ് എന്ന ഗ്രാമത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സുമല എന്ന പെൺകുട്ടിയുടെ കഥ. അവളുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന്റെ വലിയൊരു ബാക്കി. മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം കൂടിയാണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ 1976 ഒരു ഇന്തോനേഷ്യൻ ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ കുറെ കുട്ടികൾ ചേർന്ന് പന്തൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അബ്ദി സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിൽ കയറണം കേട്ടല്ലോ. സമ്മതിച്ചുകൊണ്ട് അബ്ദി കൂട്ടുകാരുമൊത്ത് ചോളപ്പാടത്തേക്ക് ചെന്ന് കളിക്കാൻ തുടങ്ങി. കളിയുടെ ആവേശത്തില് സമയം പോകുന്നത് പോലും അറിഞ്ഞില്ല. ഏകദേശം സന്ധ്യ ആയതും ബാക്കിയുള്ള കുട്ടികളെല്ലാം വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അബ്ദി അപ്പോഴും തന്റെ കൂട്ടുകാരൻ സുട്രീനയും ഒത്ത് കളിക്കാനുള്ള ആവേശത്തിലാണ്. ഇടയ്ക്ക് വെച്ച് സുട്രീനോ പന്ത് ഊക്കിന് തട്ടിയതും അത് ചെന്ന് പാടത്തിന് നടുവിലായിട്ടാണ് വീഴുന്നത്. രണ്ടുപേരും വേഗം തന്നെ അതെടുക്കാനായിട്ട് പാടത്തിനുള്ളിലേക്ക് കയറുന്നു. അങ്ങനെ നേരെ മിരട്ടി തുടങ്ങി. ഇതുവരെയായിട്ടും രണ്ടുപേർക്കും പന്ത് കിട്ടിയിട്ടില്ല. സുട്രി, നമുക്ക് നാളെ വന്ന് നോക്കാം, ഇപ്പൊ തന്നെ നേരെ ഉരുട്ടി അബ്ദി പറഞ്ഞു നോക്കിയെങ്കിലും സുട്രി അത് കേൾക്കാൻ തയ്യാറായില്ല. അവൻ ഇപ്പൊ പന്ത് കിട്ടിയേ തീരൂ. വീണ്ടും രണ്ടുപേര് ചേർന്ന് തിരയാൻ തുടങ്ങിയപ്പോഴാണ് അബ്ദി, സുട്രീനോ എന്റെ കൂടെ കളിക്കാൻ വാ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. അബ്ദിക്ക് നല്ല പേടി തോന്നിയെങ്കിലും സുട്രി അവനെയും കൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചും കൂടി ഉള്ളിലേക്ക് ചെന്നതും വളരെ വികൃതമായ രൂപമുള്ള ഒരു പെൺകുട്ടി. അവളുടെ കയ്യില് അവരുടെ പന്തുണ്ട്. ഡി, അതെന്റെ പന്താ, മര്യാദയ്ക്ക് തന്നോ? അതും പറഞ്ഞ് സുട്രി ആ പെൺകുട്ടിയുടെ പുറകെ ഓടാൻ തുടങ്ങി. പോകല്ലേ എന്ന് അബ്ദി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് ഒരു കാട്ടിലേക്കാണ് സുട്രി ഓടിക്കേറിയതും. പിറകെ ചെന്ന അബ്ദി കാണുന്നതോ ആ പെൺകുട്ടിയല്ല, ഒരു കൊടൂര രൂപം. സുട്രിയുടെ തല ഒരു കല്ലുകൊണ്ട് ഇടിച്ചിടിച്ച് പൊളിക്കുവാണ്. എന്നിട്ട് ഇത് കണ്ട് പേടിച്ചു വിറച്ചു നിൽക്കുന്ന അബ്ദിയെ നോക്കി വല്ലാത്തൊരു ചിരി. ഇത് കണ്ട ചെക്കൻ ജീവനം കൊണ്ടൊരൊറ്റ ഓട്ടം നേരെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തന്റെ അച്ഛനോട് കാര്യം പറയുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ നാട്ടുകാരെയും കൂട്ടി അബ്ദി പറഞ്ഞ ആ കാട്ടിലേക്ക് ചെല്ലുകയാണ്. കൂട്ടത്തില് സുട്രിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. പക്ഷേ അവർ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ബോഡി ഉണ്ടായിരുന്നില്ല. പക്ഷേ നിറയെ രക്തം തളം കെട്ടി കിടപ്പുണ്ട്. അപ്പോഴാണ് നദിക്കരയിൽ നിന്നും ആരും അങ്ങോട്ടേക്ക് വരാൻ വിളിച്ചു പറയുന്നത്. അപ്പോ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. ചെന്ന് നോക്കുമ്പോഴോ നദിയിലുള്ള ഒരു പാറക്കല്ലിന് മുകളിലായിട്ട് വളരെ ക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുകയാണ് അവനെ. അവന്റെ അച്ഛന് സഹിക്കാനാകുമോ? അയാള് ആ ബോഡിയെ കെട്ടിപ്പിടിച്ച് വലിയ വായിൽ കരയുകയാണ്. പക്ഷേ അബ്ദി പറഞ്ഞ ഈ പ്രേതക്കഥയൊന്നും ആരും വിശ്വസിച്ചില്ല. മരിച്ച പയ്യന്റെ അച്ഛനാണെങ്കിൽ അവനെ കൊന്നത് അബ്ദിയാണെന്നും പറഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് ഭയങ്കര ബഹളം. സത്യമായിട്ട് ഞാനല്ല, അതൊരു പെൺകുട്ടിയായിരുന്നു. ഒരു കല്ല് വെച്ച് അവനെ അടിച്ചു കൊല്ലുന്നത് ഞാൻ കണ്ടതാ. ഏത് പെൺകൊച്ച്? നീ കള്ളം പറയുവാ. അബ്ദി കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നതേയില്ല. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ മുന്നോട്ടേക്ക് വരുന്നത്. സബ്ദോ എന്നാണ് ആളുടെ പേര്. ഇവൻ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. അവൾ ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലേ? നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? സുമാല, ചെകുത്താന്റെ കുഞ്ഞാണത്. സുമാല എന്ന പേര് ആ ഗ്രാമത്തിലുള്ള ആർക്കും അധികം അങ്ങോട്ട് പരിചയമില്ലായിരുന്നു. ഇതിന്റെ എല്ലാം തുടക്കം 29 വർഷങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ അയാള് സുമാലയുടെ കഥ പറയാൻ തുടങ്ങി. വർഷം 1947. സെമറാങ് എന്ന ഇതേ ഗ്രാമം. ചോളപ്പാടത്തിന്റെ നടുവിലൂടെ ഒരു കാറ് പോവുകയാണ്. അതിനുള്ളിലിരിക്കുന്ന ഇവരുടെ പേരാണ് സുലോസ്ത്രീ. ഈ ഗ്രാമത്തില് സോഡ്യമാൻ എന്ന പേരുള്ള വലിയൊരു കോടീശ്വരനുണ്ട്. ഗ്രാമത്തിന്റെ തലവൻ കൂടിയാണ് അയാൾ. അയാളുടെ ഭാര്യയാണ് ഈ സുലോസ്ത്രീ. ഇതേ സമയം സോഡ്യമാൻ അയാളുടെ അങ്കിളുമായിട്ട് ഭയങ്കര ചർച്ചയിലാണ്. നിനക്കറിയാലോ, ഈ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ ബന്ധുക്കൾ ഒരുപാട് സ്ഥലങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ നീ കുറച്ച് സ്ഥലം എഴുതി തന്നാൽ പ്രശ്നം തീരും. എനിക്ക് എന്റെ ഫാക്ടറി തുടങ്ങുകയും ചെയ്യാം. എനിക്ക് ആ സ്ഥലം വിൽക്കാൻ താല്പര്യമില്ലെന്ന് അങ്കിളിനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്? നീ എന്തിനാ എപ്പോഴും എന്റെ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് നിന്റെ സ്ഥലം മാത്രമല്ല, കുടുംബസ്വത്താണ്. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയാൽ തന്നെ അതിന്റെ ലാഭമൊക്കെ നിനക്കും കൂടെ അല്ലേ കിട്ടുന്നത്? പിന്നെ എന്താ നിനക്ക് പ്രശ്നം? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുലോസ്ത്ര ഇടയ്ക്ക് വന്ന് ഇവർക്ക് കുടിക്കാൻ കോഫി കൊടുക്കുന്നത്. അവള് പോയതും അയാള് വീണ്ടും അവനെ കുത്താൻ തുടങ്ങി. ഇവളുടെ പ്രായത്തിലെ എന്റെ ഭാര്യയ്ക്ക് കുട്ടികൾ 8. പക്ഷേ നിനക്കോ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടും ഒരു കുട്ടി പോലും ഇല്ല. ഇങ്ങനെ പോയാല് നിന്റെ ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശമില്ലാതാകും. അവസാനം ഇതെല്ലാം എന്റെ കുടുംബത്തേക്ക് തന്നെ വരാൻ പോകുന്നത്. ഇത് കേട്ടതും സോഡ്യമാന് നല്ല ദേഷ്യം വരുന്നു. പറഞ്ഞത് സത്യമായ കാര്യമാണ്. ഇതിന്റെ ദേഷ്യം മുഴുവനും അയാൾ അകത്തേക്ക് ചെന്ന് തന്റെ ഭാര്യയോടാണ് തീർക്കുന്നത്. ഇനി ഒരു 6 മാസം കൂടി ഞാൻ നിനക്ക് സമയം തരും. ആ സമയത്തിനുള്ളിൽ നീ ഗർഭിണി ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കല്യാണം കഴിക്കും. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ അവിടുന്ന് പോകുന്നു. സുലോസ്ത്രീക്ക് ഇത് സഹിക്കാനായില്ല. ആരും കാണാതെ വീടിന് പുറത്തുണ്ടായിരുന്ന ചായ്പിന്റെ സൈഡിൽ ചെന്നിരുന്ന് അവർ കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേര് പരസ്പരം സംസാരിക്കുന്നവർ കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിലൊരാൾക്ക് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ചെയ്യാത്ത മരുന്നില്ല, കാണാത്ത വൈദ്യരില്ല. ഇനി എന്ത് വേണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അയാൾ. അപ്പോഴാണ് കൂടെയുള്ള ആൾ പറയുന്നത് അടുത്തുള്ള ഗ്രാമത്തിലെ കാട്ടിലായിട്ട് ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയെ ചെന്ന് കണ്ടാൽ 2 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടാവും. സുലോസ്ത്രീയുടെ അതേ അവസ്ഥയായിരുന്നു അയാൾക്കും. അങ്ങനെ പിറ്റേന്ന് തന്നെ അയാൾ
അയാളോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് സുലോസ്ത്രീ ഒരു ജോലിക്കാരിയും കൂട്ടി ആ അമ്മൂമ്മയെ തേടി പോകുന്നു. ഒരു വലിയ പുഴ കടന്നു വേണം അമ്മൂമ്മയുടെ വീട്ടിലെത്താൻ. ആ പുഴയുടെ അപ്പുറത്തുള്ള വലിയ കാട്ടിലെ ഒറ്റപ്പെട്ട ഒരു വീട്, അവിടെയാണ് ആ അമ്മൂമ്മ താമസിക്കുന്നത്. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മറ്റുള്ള മന്ത്രവാദികളെ പോലെയല്ല ഞാൻ. ബ്ലാക്ക് മാജിക് ആണ് എന്റെ ജോലി, ദുർമന്ത്രവാദം. അത് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. മറുത്തൊന്നും ചിന്തിക്കാതെ സുലോസ്ത്രീ അതിന് സമ്മതം മൂളുന്നു. എങ്കിൽ ശരി, അതിനു മുന്നേ കുറച്ച് ചടങ്ങുകൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നീ എന്റെ യജമാനുമായിട്ട് ബന്ധിക്കപ്പെടും. ആരാ യജമാനൻ? ഇബിലീസ്, ചെകുത്താനാണ് എന്റെ യജമാനൻ. അവര് പറഞ്ഞത് കേട്ടതും സുലോസ്ത്രീ ഞെട്ടിപ്പോയി. എങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുന്നേ 2 കണ്ടീഷനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിനക്ക് ജനിക്കുന്നത് ഇരട്ട കുട്ടികളായിരിക്കും. അതിലൊരു കുട്ടി നല്ല ഭംഗിയും ദയയും ഒക്കെയുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ടതായിരിക്കും. പക്ഷേ രണ്ടാമത്തെ കുട്ടിക്ക് ചെകുത്താന്റെ രൂപമായിരിക്കും. സ്വഭാവവും അതുപോലെ തന്നെ. എല്ലാം ചെകുത്താന്റേതിന് സമം. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ 10ാമത്തെ വയസ്സുവരെ നീ നിന്റെ ഭർത്താവും അവരെ നല്ലതുപോലെ വളർത്തണം. 10 വയസ്സായി കഴിഞ്ഞാൽ ചെകുത്താന്റെ കുട്ടി ചെകുത്താനിലേക്ക് തന്നെ തിരികെ പോകും. മറ്റേ കുഞ്ഞിനെ നിങ്ങൾക്ക് സന്തോഷത്തോടെ വളർത്തുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ആ കുട്ടികളെ നല്ലതുപോലെ നോക്കിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഓരോ വർഷം കഴിയുന്തോറും കഷ്ടകാലം ഇങ്ങനെ കൂടി വരത്തേയുള്ളൂ. അങ്ങനെ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചതും സുലോസ്ത്രീ റിച്വലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവൾ തറയിലേക്ക് കിടത്തിയ ശേഷം അമ്മമ്മ എന്തോ വലിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണ്. ശേഷം ഒരു ജാറിലേക്ക് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്നൊന്നും അറിയില്ല കുറച്ച് മാംസകഷ്ണങ്ങൾ ഇടുന്നു. പിന്നീട് അതിലേക്ക് കുറച്ച് രക്തം കൂടി ഒഴിക്കുന്നുണ്ട്. അത് കൊണ്ടുവന്ന് നേരെ സുലോസ്ത്രീയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അവൾ അത് കുടിച്ചിറക്കിയതും സെക്കൻഡുകൾക്കുള്ളിൽ അവളുടെ ശരീരം മുഴുവനും കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ശരീരമെല്ലാം വരിഞ്ഞു മുറുകി ബാധ കയറിയതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നു അവൾ. അവസാനം കൈയും കാലും മാത്രം തറയിൽ ഊന്നി ഉയർന്നു പൊങ്ങിയതും അതിനോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആയതുപോലെ അവളുടെ വയറും വീർത്തു വരുന്നു. ഈ സ്ത്രീ ഇനി മുതൽ നിന്നെ സേവിക്കുന്നതാണ്. അതും പറഞ്ഞ് അവരാ വയറിലേക്ക് കൈയമർത്തിയതും അത് വീണ്ടും പഴയതുപോലായി. ഇനി വെറും 2 മാസം, അതിനുള്ളിൽ നീ ഗർഭിണിയായിരിക്കും. അങ്ങനെ 2 മാസങ്ങൾ കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അവൾ ഇരട്ടകളെ ഗർഭം ധരിക്കുകയും ചെയ്തു. സോൾജിമാന് സന്തോഷം അടക്കാനായില്ല. എത്ര വർഷത്തെ കാത്തിരിപ്പാണ്. എന്തായാലും ആ മുത്തശ്ശിക്ക് നല്ല കഴിവുണ്ട്. നിന്റെ വയറ്റില് ഒറ്റ തവണയൊന്ന് മസാജ് ചെയ്തപ്പോൾ തന്നെ നീ പ്രഗ്നന്റ് ആയില്ലേ? സത്യത്തില് സുലോസ്ത്രീ അയാളുടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മമ്മയുടെ അടുത്ത് മസാജ് ചെയ്യാൻ പോയെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും അറിയില്ലല്ലോ. പെൺകുട്ടിയായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു. ഒരു കുട്ടിക്ക് കുമാല എന്നും മറ്റേ കുട്ടിക്ക് സുമാള എന്നും പേര് വെക്കുന്നു. ശേഷം അയാളെ തന്റെ ജോലിക്കാരനായ സുക്കീറിനെ വിളിക്കുന്നു. മുഴുവൻ ഗ്രാമത്തെ നീ ഇത് അറിയിക്കണം. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന്, എന്റെ കുഞ്ഞിനെ അവൾ ഉദരത്തിൽ ചുമക്കുന്നു എന്ന് എല്ലാവരും അറിയിക്കണം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. 8ാം മാസത്തിലെ ചടങ്ങൊക്കെ നാടൊക്കെ വിളിച്ചുകൂട്ടി വലിയ ആഘോഷത്തിലാണ് നടത്തിയതും. ഒടുക്കം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. പ്രസവ വേദന വന്നതും അവര് വേദന കൊണ്ട് കിടന്ന് പൊളയാൻ തുടങ്ങി. എന്നാൽ ആ സമയത്തും ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അവൾ ആ സമയം കാണുന്നത് സാക്ഷാൽ ചെകുത്താനെയായിരുന്നു. തൊട്ടടുത്തുള്ള ചെയറിലിരുന്ന് അവളെ തന്നെ നോക്കിയിരിക്കുന്നു. അതേ സമയം തന്നെയാണ് ആദ്യത്തെ കുഞ്ഞ് ജന്മം എടുക്കുന്നതും. പക്ഷേ കുഞ്ഞിന് അനക്കമില്ല. ഒരു പക്ഷേ പ്രസവത്തോടെ ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാകാം. അവർ ആ കുഞ്ഞിനെ അടുത്തുള്ള തൊട്ടിയിലേക്ക് മാറ്റി കിടത്തുന്നു. എന്നാൽ 2ാമത്തെ കുഞ്ഞ് ജന്മം എടുത്തതും എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ആ കുഞ്ഞിനെ കാണാൻ അത്രയും വികൃതമായിരുന്നു. ഇതും കണ്ടുകൊണ്ടാണ് ആ സോൾജിമാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നതും. ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞാണ്, അതും ഇത്രയും വികൃതമായ രൂപത്തില്. ആ സമയത്ത് അയാൾക്ക് എന്താണ് തോന്നിയതെന്നൊന്നും അറിയില്ല. ദേഷ്യത്തോടെ അയാൾ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഒരു മടി പോലും കാണിക്കാതെ അയാളെ കുഞ്ഞിനെ കൊന്നുകളയുന്നു. എന്നാൽ ആ കുഞ്ഞങ്ങോട്ട് മരിച്ചതും ആ നിമിഷം തന്നെ തൊട്ടിൽ അനക്കമില്ലാതെ കിടന്ന കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞ് ജീവനോടെ വന്നതല്ലേ. അയാൾക്ക് സന്തോഷം അടക്കാനായില്ല. അന്ന് രാത്രി തന്നെ സുക്കീറിനെ വിട്ട് അയാൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വിവരം അറിയിക്കുന്നു. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. കുമാലയ്ക്ക് ഇപ്പോൾ 3 വയസ്സ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നന്നായിട്ട് നടക്കാൻ കഴിയില്ല. അവളുടെ ഒരു കാലും കൈയും വളഞ്ഞിരിക്കുവാണ്. മാത്രമല്ല ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. വീണ്ടും 2 വർഷങ്ങൾ കൂടി കടന്നുപോയി. കുമാലയ്ക്ക് ഇപ്പോഴൊരു മാറ്റവും ഇല്ല. വീടിന്റെ മുന്നിലായി അവൾ തന്റെ സൈക്കിൾ ഇങ്ങനെ കറക്കി കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുലോസ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത്. 2 മണിക്കൂറായിട്ട് ഇത് തന്നെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. കറങ്ങുന്ന വീലിലേക്ക് അവൾ കൈവെക്കാനായിട്ട് പോയതും സുലോസ്ത്രീ പെട്ടെന്ന് സൈക്കിൾ തട്ടി താഴെയിടുന്നു. എന്നാൽ ഇത് കണ്ട കുമാല വല്ലാതെ വയലന്റ് ആകുന്നു. ആരും എത്ര പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. സ്വയം തന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുവാണ്. സുക്കീർ, ഒരു കയർ കൊണ്ടുവാ. കൈയും കാലും കെട്ടി അവളെ പുറത്ത് ചായ്പിൽ കൊണ്ടിട്. ഇതിങ്ങനെ വിട്ട ശരിയാവില്ല. കുമാലയുടെ ഈ പെരുമാറ്റം അയാൾക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദയയുമില്ലാതെ കൈയും കാലും എല്ലാം കെട്ടി അയാൾ അവളെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്നു. നേരെ പുറത്തെ ചായ്പിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ് ചെയ്തത്. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നോക്കുമ്പോൾ കുമാലയെ വീട്ടിൽ കാണാനില്ല. വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയോ മാർക്കറ്റിൽ വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അവൾ. ആ സമയത്താണ് കുറെ കുരുത്തം കെട്ട പിള്ളേര് കുമാലയെ കാണുന്നതും. അതാ സോൾജിമാന്റെ മോളാ, അതിന് വട്ടാണെന്നാ പറയുന്നത്. ഇത് കേട്ട കൂട്ടത്തിലൊരുത്തൻ കയ്യിലിരുന്ന തക്കാളി കാണിച്ചുകൊണ്ട് കുമാളെ അടുത്തേക്ക് വിളിക്കുന്നു. അവൾ അടുത്തേക്ക് ചെന്നതും അവൻ ആ തക്കാളി അവളുടെ മുഖത്തേക്ക് വെച്ച് ഉരച്ച് തേച്ചു കൊടുക്കുന്നു. ശേഷം ഭ്രാന്തി എന്ന് വിളിച്ച് കല്ലൊക്കെ വാരിയെറിഞ്ഞ് എല്ലാം കൂടി കളിയാക്കുവാണ് അതിനെ. ഈ കാര്യങ്ങളെല്ലാം കാറിലിരുന്നു കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും കാണുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അയാള് ദേഷ്യത്തോടെ വീണ്ടും കുമാലയെ പിടിച്ചുകൊണ്ട് ആ ചായ്പിലേക്ക് കൊണ്ടുവരുന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോ അവള് ചന്തയിലേക്ക് പോയിരിക്കുന്നു. അതും പറഞ്ഞ് അവളെ അടിക്കാൻ വേണ്ടി അയാൾ ഒരു ചാട്ടവാറ് കയ്യിലേക്ക് എടുക്കുന്നു. സാർ പ്ലീസ് മോളെ എന്ന് ചെയ്യല്ലേ, അവൾ അറിയാതെ ചെയ്തു പോയതാ. കുമാലയെ നോക്കുന്ന ആന്റി കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ അത് കേൾക്കുന്നില്ല. അവരുടെ അത്ര പോലും സുലോസ്ത്രി ഒന്ന് തടയാൻ ശ്രമിച്ചില്ല എന്നതാണ്. ഒരു ദയയും കൂടാതെ അയാളെ കുഞ്ഞിന്റെ പുറമടിച്ച് പൊളിക്കുവാണ്. സ്വന്തം കുഞ്ഞാണെന്ന ഒരു ചിന്ത പോലും അയാൾക്കുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് അവളുടെ പുറത്തെ മുറിവ് കണ്ടതും ആ ആന്റി കരഞ്ഞുപോയി. ഒരു കൊച്ചു കുഞ്ഞിനോട് എങ്ങനെയാണ് ഇത്രയും ദുഷ്ടതരം കാണിക്കാൻ പറ്റുന്നത്? ആ വീട്ടില് അവളുടെ ഏക ആശ്വാസം ആ ആന്റി മാത്രമായിരുന്നു. അവൾക്ക് വേണ്ടി ഒരമ്മ ചെയ്യേണ്ടതെല്ലാം ആ സ്ത്രീയാണ് ചെയ്തിരുന്നത്. മോള് കരയണ്ടാട്ടോ, നാളെ മോളുടെ 8ാമത്തെ പിറന്നാളല്ലേ, അത്